ഇന്നത്തെ വീഡിയോയിൽ ബജാജ് ഫിൻസർവിൻ്റെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയാണ്. ഇതൊരു ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം ബജാജ് ഫിൻസർവ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കൺസ്യൂമർ ലോൺ, ബിസിനസ് ലോൺ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നൽകുന്നുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും ബജാജ് ഫിൻസർവിനെ അറിയുന്നത് എന്തെങ്കിലും പ്രൊഡക്റ്റ് EMI ഇട്ട് പർച്ചേസ് ചെയ്തതിലൂടെയാകും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ EMI ഇട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ലഭിച്ച EMI കാർഡ് ഒരു പക്ഷേ ബജാജ് ഫിൻസർവിൻ്റെ ആകും. ബജാജ് ഫിൻസർവ് RBL ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട്. അവരവരുടെ ക്രെഡിറ്റ് കാർഡിനെ വിളിക്കുന്നത് സൂപ്പർ കാർഡ് എന്നാണ്. കാരണം നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ATM-ൽ നിന്നും പണം വിഡ്രോ ചെയ്യാം. സാധാരണ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ ATM-ൽ നിന്നും നമ്മൾ പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എടുക്കുന്ന ദിവസം മുതൽ തിരിച്ചടക്കുന്ന ഡേറ്റ് വരെ പലിശ നൽകണം. അതുകൂടാതെ ഒരു ഫിനാൻസ് ചാർജ് നൽകണം. എന്നാൽ ഈ ഒരു ബജാജ് ഫിൻസർവിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ATM-ൽ നിന്നും പണം വിഡ്രോ ചെയ്യാം, പലിശ നൽകേണ്ടതായിട്ടില്ല. വൺ ടൈം ആയിട്ടുള്ളൊരു ഫിനാൻസ് ചാർജ് മാത്രമേ ബജാജ് ഫിൻസർവ് ഈടാക്കുന്നുള്ളൂ. നമ്മൾ ATM വഴി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% നോർമലി ബജാജ് ഫിൻസർവ് ഈടാക്കുന്ന പ്രോസസ്സിംഗ് ഫീസ്. അപ്പോൾ ഇങ്ങനെ ATM വഴി നമുക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം വിഡ്രോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിനെ നമുക്ക് ക്യാഷ് കാർഡായിട്ട് കാണാം. പിന്നെ ഇതൊരു ക്രെഡിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഈ ഒരു കാർഡിലൂടെ ബജാജ് ഫിൻസർവ് നമുക്ക് പണം കടം തരികയാണ് ചെയ്യുന്നത്. 50 ദിവസം വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാഷ് കാർഡ് കൂടാതെ ഈ ഒരു കാർഡ് ക്രെഡിറ്റ് കാർഡ് കൂടിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 3000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റുകൾ EMI ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡ് EMI കാർഡായിട്ട് മാറി. പിന്നെ ബജാജ് ഫിൻസർവിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ക്യാഷ് ലിമിറ്റ് എത്രയാണോ ആ ഒരു തുക നമുക്ക് 90 ദിവസത്തേക്ക് ഒരു പേഴ്സണൽ ലോൺ എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു ലോൺ കാർഡായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ലോൺ കാർഡായിട്ട്, ക്യാഷ് കാർഡായിട്ട്, EMI കാർഡായിട്ട്, ക്രെഡിറ്റ് കാർഡായിട്ട്, ഇങ്ങനെ പല കാർഡായിട്ട് നമുക്ക് ഇവരുടെ ഈ ഒരു കാർഡിനെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അവരുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ അവർ സൂപ്പർ കാർഡ് എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ ക്യാഷ് ലിമിറ്റ് ഉപയോഗിച്ച് പേഴ്സണൽ ലോൺ എടുക്കുന്നതും, അതുപോലെ തന്നെ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും, പിന്നെ EMI കൺവർഷനും, ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഇവരുടെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ കാർഡിനെ പറ്റി പറയുമ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ബജാജ് ഫിൻസർവ് RBL ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നൽകുന്ന ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെയും ഫീച്ചേഴ്സ് പരിശോധിക്കാം. ഒന്നാമത്തെ കാർഡാണ് പ്ലാറ്റിനം ചോയ്സ് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഒരു വെൽക്കം ബെനിഫിറ്റ് ആണ്. ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2000 റിവാർഡ് പോയിന്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി നമ്മൾ 75,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ലഭിക്കും. നമ്മളിനി ഓൺലൈനിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 2 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, പിന്നെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുകയില്ല. ഈ ഒരു ബജാജ് ഫിൻസർവിൻ്റെ ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ വരുന്നത് 20 പൈസയാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിൽ 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. നമുക്ക് മന്ത്ലി മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് 100 രൂപ മാത്രമാണ്. നമുക്ക് മാസത്തിൽ ഒരു തവണ എന്ന രീതിയിൽ വർഷത്തിൽ 12 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. പിന്നെ ഒരു കാർഡിൽ ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നുണ്ട്. പക്ഷേ അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന പരമാവധി ഫ്യൂവൽ സർചാർജ് വേവർ 100 രൂപയാണ്. അതുപോലെ തന്നെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയുമാണ്. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീം, അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി നമ്മൾ 30,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തൊട്ടുള്ള ആനുവൽ ഫീ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ ബജാജ് ഫിൻസർവ് ഈ ഒരു സെയിം ക്രെഡിറ്റ് കാർഡ് തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീ ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാർഡ് വേരിയന്റിന്റെ പേര് പ്ലാറ്റിനം ചോയ്സ് ഫസ്റ്റ് ഇയർ ഫ്രീ സൂപ്പർ കാർഡ് എന്നാണ്. ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് പ്ലാറ്റിനം പ്ലസ് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിന്റെ കൂടുതൽ നമുക്ക് 4000 റിവാർഡ് പോയിന്റുകൾ ഒരു വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കും. പിന്നെ ഒരു കാർഡിന്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് വർഷത്തിൽ 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിന് റിവാർഡ് പോയിന്റ് ഫീച്ചേഴ്സ് സെയിം ആണ്. നമ്മൾ നോർമലി ഓഫ്ലൈൻ സ്പെൻഡ് ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ലഭിക്കും. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 2 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പക്ഷേ ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുകയില്ല. പിന്നെ ഈ ഒരു കാർഡ് വേരിയന്റിലും ബുക്ക് മൈ ഷോയിൽ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ ആണ് പറയുന്നത്. പക്ഷേ അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് 200 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ഓഫർ നമുക്ക് മാസത്തിൽ 2 തവണ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിന് ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നുണ്ട്. അതിനൊരു ക്യാപ്പും വരുന്നുണ്ട്. മാസത്തിൽ മാക്സിമം 100 രൂപ മാത്രമേ ഫ്യൂവൽ സർചാർജ് വേവർ ആയിട്ട് നേടുവാനായി സാധിക്കൂ. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയുമാണ്. പിന്നെ ഈ ഒരു കാർഡിന്റെ ജോയിൻ ഫീം, അതുപോലെ ആനുവൽ ഫീം വരുന്നത് 999 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു വർഷത്തിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുന്നതാണ്. ഈ ഒരു കാർഡ് വേരിയന്റിനും ഫസ്റ്റ് ഇയറിലെ ഫീ ഇല്ലാത്ത രീതിയിലുള്ള സൂപ്പർ കാർഡും ബജാജ്
ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് പ്ലാറ്റിനം ഷോപ്പ് ഡെയിലി സൂപ്പർ കാർഡ്. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വർഷത്തിൽ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഗ്രോസറി പേയ്മെന്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. പക്ഷേ അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. മാക്സിമം 250 രൂപ വരെ മാത്രമേ നമുക്ക് ഒരു മാസം ക്യാഷ് ബാക്ക് ആയി ഗ്രോസറി പർച്ചേസിൽ നിന്നും നേടുവാനായി സാധിക്കൂ. ഈ ഒരു കാർഡ് ലഭിച്ച ശേഷം ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. ബജാജ് ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് പ്ലാറ്റിനം എഡ്ജ് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡ് ലഭിച്ച ശേഷം ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 1999 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 റിവാർഡ് പോയിന്റുകൾ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡിന് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിൽ ഓഫർ വരുന്നുണ്ട്. 1+1 ടിക്കറ്റ് ആണ് പറയുന്നത്. അതായത് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് നേടാം. പക്ഷേ അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. നമുക്ക് മാക്സിമം നേടാൻ സാധിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 200 രൂപ മാത്രമാണ്. ഇങ്ങനെ നമുക്ക് മാസത്തിൽ ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 4 തവണ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനി ഈ ഒരു കാർഡിന്റെ റിവാർഡ് പോയിന്റ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓരോ 100 രൂപ നമ്മൾ ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് 4 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും. പക്ഷേ എല്ലാ കാർഡിലും ഉള്ളതുപോലെ തന്നെ ഇൻഷുറൻസ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി പേയ്മെന്റ്, വാലറ്റ് ലോഡ്, എഡ്യൂക്കേഷൻ പേയ്മെന്റ് അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കുകയില്ല. ഈ ഒരു കാർഡിൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് കൂടിയെങ്കിലും അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് 1000 റിവാർഡ് പോയിന്റുകളാണ്. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം 100 രൂപ വരെ ഫ്യൂൽ സർചാർജ് വെയ്വർ നേടുവാനായിട്ട് സാധിക്കും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയുമാണ്. പിന്നെ ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ഫ്രീഡം സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. നമ്മൾ എത്ര രൂപയാണോ FD ആയിട്ട് ഇടുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിട്ട് അനുവദിച്ച് കിട്ടുന്നതാണ്. ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന FD എമൗണ്ടിൻ്റെ 75 മുതൽ 90% എമൗണ്ട് മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിട്ട് അനുവദിച്ച് തരികയുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ FD ഇടുന്ന സെയിം എമൗണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിട്ട് അനുവദിച്ച് കിട്ടും. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 75% വരെ നമുക്ക് ATM വഴി വിഡ്രോ ചെയ്യാം. പലിശ നൽകേണ്ടതായിട്ടില്ല. പ്രോസസ്സിംഗ് ഫീ 2.5% മാത്രം നൽകിയാൽ മതിയാകും. പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്ന എമൗണ്ടിന് നമുക്ക് വർഷത്തിൽ നിലവിൽ 6.85% വാർഷിക പലിശ ലഭിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡിൽ ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ കാർഡ് ലഭിച്ച ശേഷം ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. ക്വാർട്ടറിൽ ഒരു തവണ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സൗജന്യമായി ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിലും ഫ്യൂൽ സർചാർജ് വെയ്വർ വരുന്നുണ്ട്. ഒരു ലിമിറ്റും വരുന്നുണ്ട്. മാക്സിമം ഒരു മാസം നമുക്ക് 100 രൂപയാണ് ഫ്യൂൽ സർചാർജ് വെയ്വറായി നേടുവാനായി സാധിക്കുക. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയുമാണ്. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും EMI ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യുവാനായി സാധിക്കും. അതും ഈ ഒരു കാർഡിന്റെ അട്രാക്ഷൻ ആണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുവാൻ നേരത്തെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്കും ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡിന്റെ റിവാർഡ് പോയിന്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ നമ്മൾ ഓഫ്ലൈൻ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓരോ 100 രൂപയ്ക്കും 2 റിവാർഡ് പോയിന്റുകളും ലഭിക്കും. പിന്നെ എല്ലാ കാർഡുകൾക്കും ഉള്ളതുപോലെ ഇൻഷുറൻസ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പിന്നെ വാലറ്റ് ലോഡ് അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കുകയില്ല. പിന്നെ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് മാസത്തിൽ നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് ഒരു മാസം 1000 റിവാർഡ് പോയിന്റുകൾ മാത്രമേ നേടുവാനായി സാധിക്കൂ. പിന്നെ ഈ ഒരു കാർഡിന് മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ എന്ന രീതിയിൽ ഓഫർ ഉണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് എമൗണ്ട് വരുന്നത് 200 രൂപയാണ്. മാസത്തിൽ ഒരു തവണ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീ വരുന്നത് 999 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ വർഷത്തിൽ 75,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. ബജാജ് ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് വേൾഡ് പ്രൈം സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൽ വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് 12,000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. ഈ ഒരു കാർഡിന്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ 3.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 10,000 റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് നമുക്ക് വർഷത്തിൽ 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചാണ് ആക്സസ് ചെയ്യുവാനായി സാധിക്കുക. ഈ ഒരു കാർഡിന്റെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ അല്പം ഉയർന്നിട്ടുണ്ട്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. ഓൺലൈൻ ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 റിവാർഡ് പോയിന്റുകളും ലഭിക്കും. പിന്നെ ഫ്യൂൽ സർചാർജ് വെയ്വർ മന്ത്ലി ക്യാപ്പ് 100ൽ നിന്ന് 150 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് സെയിം ആണ് 500 അല്ലെങ്കിൽ മാക്സിമം
ട്രാൻസാക്ഷൻ എമൗണ്ട് 4000. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് 1+1 മൂവി ടിക്കറ്റ് ഓഫർ ബുക്ക് മൈ ഷോയിൽ വരുന്നുണ്ട്. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ. പക്ഷേ അതിനൊരു ക്യാപ്പ് വരുന്നില്ല. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര തുകയുടെ ടിക്കറ്റ് ആണെങ്കിലും ഒരു ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. മാസത്തിൽ 2 തവണ ഈ ഒരു ഓഫർ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ളതിനാൽ ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം ഉയർന്നതാണ്. 2999 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീം ആനുവൽ ഫീം വരുന്നത്. മറ്റൊരു സൂപ്പർ കാർഡാണ് വേൾഡ് പ്ലസ് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 20,000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. ഈ ഒരു കാർഡിന് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 20,000 റിവാർഡ് പോയിന്റുകൾ വീതം ലഭിക്കും. ഈ ഒരു കാർഡിലും എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 8 തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഈ ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഇനി ഡൈനിങ് കാറ്റഗറി ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റിന് പകരം 20 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിലെ ഓഫർ നോക്കുകയാണെങ്കിൽ 1+1 മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്. 200 രൂപയാണ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. മാസത്തിൽ 2 തവണ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. പിന്നെ നമ്മുടെ ഫ്യൂൽ സർചാർജ് വേവറിന്റെ ക്യാപ്പ് വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് മാസത്തിൽ 200 രൂപ വരെ ഫ്യൂൽ സർചാർജ് വേവറായി നേടാം. ഡൈനിങ് കാറ്റഗറിയിൽ നമുക്ക് അഡീഷണൽ റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതിന് പുറമെ ഡൈനിങ് കാറ്റഗറിയിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വളരെ ഉയർന്നതാണ്. 4999 രൂപ പ്ലസ് GST ആണ് ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത്. ബജാജ് ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് CA സൂപ്പർ കാർഡ്. പേര് പോലെ തന്നെ ഇത് ചാർട്ടേഡ് അക്കൗണ്ട്സിന് വേണ്ടിയുള്ള ഒരു സൂപ്പർ കാർഡാണ്. ഈ ഒരു കാർഡിന്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ICI മെമ്പർഷിപ്പ് ഫ്രീ വേവർ അപ് ടു 3000 ആണ്. അതിനായിട്ട് ആനുവലി നമ്മൾ 1.5 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു ICI മെമ്പർഷിപ്പ് വേവറായ 3000 രൂപ എന്ന് പറഞ്ഞൊരു ഓഫർ നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീ ഇല്ല. ആനുവൽ ഫീ വരുന്നത് 999 രൂപ പ്ലസ് ടാക്സ് ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുവൽ ഫീയും ഒഴിവാക്കി കിട്ടും. പിന്നെ ഫ്യൂവൽ സർചാർജ് വൈവർ വരുന്നുണ്ട്. മാക്സിമം ക്യാപ്പ് ഒരു മാസം 100 രൂപയാണ്. പിന്നെ ബജാജ് ഫിൻസർവിൻ്റെ എല്ലാ കാർഡുകൾക്കും ഉള്ളതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫോർ 90 ഡേയ്സ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിന് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 4 തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിന് 1+1 ഫ്രീ മൂവി ടിക്കറ്റ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിലാണ്. മാക്സിമം ക്യാപ്പ് അപ് ടു 200 രൂപയാണ്. മാസത്തിൽ 1 തവണ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ 4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. അത്രയുമാണ് CA സൂപ്പർ കാർഡിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് വാല്യൂ പ്ലസ് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു വെൽക്കം ഗിഫ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഷോപ്പ് സ്റ്റോപ്പ് മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ക്ലെയിം ചെയ്തൊക്കെ രീതിയിലുള്ളൊരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. മൈൽ സ്റ്റോൺ ബോണസ് വരുന്നത് ഒരു വർഷത്തിൽ നമ്മൾ 1 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ക്യാഷ് ബാക്ക് ഓൺ ട്രാവലാണ്. നമുക്ക് ഫ്യൂൾ പർച്ചേസ് ചെയ്യാൻ നേരത്ത് 10% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്യാപ്പ് വരുന്നുണ്ട്. ഒരു മാസത്തിൽ മാക്സിമം നമുക്ക് 250 രൂപയെ ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്കായി നേടുവാനായിട്ട് സാധിക്കൂ. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. മാസം 100 രൂപയാണ് നമുക്ക് മാക്സിമം ഫ്യൂൽ സർചാർജ് വേവറായിട്ട് നേടുവാനായി സാധിക്കുക. പിന്നെ എല്ലാ കാർഡിനും ഉള്ളതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ, പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് ലോൺ എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിലും വരുന്നുണ്ട്. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീ വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ആനുവൽ ഫീയും 499 രൂപ പ്ലസ് GST ആണ്. പിന്നെ ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് ബജാജ് ഫിൻസർവ് RBL ബാങ്ക് ഡോക്ടേഴ്സ് സൂപ്പർ കാർഡ്. പേര് പോലെ തന്നെ ഇത് ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് 20 ലക്ഷം രൂപയുടെ ഒരു പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് കവറേജ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഓരോ തവണ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ ഈ ഒരു കാർഡിലുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ എമർജൻസി ലോൺ അതും ഈ ഒരു കാർഡിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് EMI ആയിട്ടൊക്കെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. എയർപോർട്ട് ലോഞ്ച് വരുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് വർഷത്തിൽ 4 തവണ ഡൊമസ്റ്റിക് എയർ ലോഞ്ച് ആയിരിക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ മൂവി ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 ഈ രീതിയിൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. ക്യാപ്പ് വരുന്നത് മാക്സിമം 100 രൂപ വരെയാണ് ഒരു മാസം നമുക്ക് ഫ്യൂൽ സർചാർജ് വേവറായിട്ട് നേടുവാനായി സാധിക്കുക. പിന്നെ നമ്മൾ 1 ലക്ഷം രൂപ ഒരു വർഷത്തിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു വർഷത്തിൽ 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 20 ലക്ഷം രൂപയുടെ പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് കവറേജിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ നമ്മൾ ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് 2 റിവാർഡ് പോയിന്റ് ലഭിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, പിന്നെ യൂട്ടിലിറ്റീസ്, വാലറ്റ് ലോഡ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കുകയില്ല. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരെ 999
രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് ഷോപ്പ് സ്മാർട്ട് സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡ് കിട്ടിയ ശേഷം ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നമ്മളൊരു 2000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്. പിന്നെ മൈൽ സ്റ്റോൺ ബോണസ് വരുന്നത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓരോ തവണ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 1000 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ ഗ്രോസറി പർച്ചേസിന് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. 5% ക്യാഷ് ബാക്കാണ് വരുന്നത്. ക്യാപ്പ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് ഈ രീതിയിൽ 250 രൂപയാണ് ക്യാഷ് ബാക്കായി നേടുവാനായി സാധിക്കുക. പിന്നെ ഈസി ക്യാഷ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്യാം അപ് ടു 15 ഡേയ്സ്. പിന്നെ എമർജൻസി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലോൺ എടുക്കാം. അതൊക്കെ ഈ ബജാജ് ഫിൻസർവിൻ്റെ എല്ലാ കാർഡിനുള്ള ഫീച്ചേഴ്സാണ്. ഈ ഒരു കാർഡിൻ്റെ ജോയിൻ ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. ബജാജ് ഫിൻസർവ് ഓഫർ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ കാർഡാണ് ട്രാവൽ ഈസി സൂപ്പർ കാർഡ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെൽക്കം ഗിഫ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു കാർഡ് കിട്ടിയ ശേഷം ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 2000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ മൈൽ സ്റ്റോൺ ബോണസ് വരുന്നത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓരോ തവണ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ നമുക്ക് ട്രാവലിൽ ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്. 10% ക്യാഷ് ബാക്ക് ഓല, ഊബർ അതുപോലെ തന്നെ ഫ്യൂൾ പർച്ചേസിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. മാക്സിമം നമുക്ക് 400 രൂപയെ ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫ്യൂൽ സർചാർജ് ഫ്രീഡം പറയുന്നുണ്ട്. ഫ്യൂൽ സർചാർജ് വെയ്വറായിട്ട് നമുക്ക് ഒരു മാസം 100 രൂപയാണ് ലഭിക്കുക. പിന്നെ ഈസി ക്യാഷ് അതുപോലെ തന്നെ എമർജൻസി അഡ്വാൻസ് പോലുള്ള ഫീച്ചറും ഈ ഒരു കാർഡിൽ ലഭ്യമാണ്. ഈ ഒരു കാർഡിൻ്റെ ജോയിൻ ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 999 രൂപ പ്ലസ് GST ആണ്. ഇനി ഈ ബജാജ് ഫിൻസർവിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏജ് വരുന്നത് 25 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. പിന്നെ ഇൻകം അവർ ചോദിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് വേണം, ഇല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ITR ഫയൽ ചെയ്യുന്ന ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും. സിബിൽ സ്കോർ 750-ന് മുകളിൽ ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെ ബജാജ് ഫിൻസർവിൻ്റെ ഈ ഒരു സൂപ്പർ കാർഡുകൾ ലഭിക്കും? ഓൾറെഡി ബജാജ് ഫിൻസർവിൻ്റെ EMI കാർഡ് ഉള്ളവർക്ക് അവരിങ്ങോട്ട് വിളിച്ച് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഈ ഒരു സൂപ്പർ കാർഡുകൾ നൽകുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് അവരുടെ ആപ്പ് വഴിയും അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ബജാജ് ഫിൻസർവ് നിലവിൽ നൽകി വരുന്ന സൂപ്പർ കാർഡിൻ്റെ ഫീച്ചറുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അതുപോലെ തന്നെ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി